भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമ. ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 678 ദിവസത്തിലേക്ക് എത്തുന്നു. ദശമസ്കന്ധം 74 അധ്യായത്തിൽ 13 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. 12 ശ്ലോകത്തിൽ പറഞ്ഞു, യാഗഭൂമി സ്വർണം കൊണ്ടുണ്ടാക്കിയ കരി ഉപയോഗിച്ച് ഉഴുതു ബ്രാഹ്മണര് ധർമ്മപുത്രരെ ദീക്ഷയാംശ്ചക്രിരെ വേണ്ടതുപോലെ ദീക്ഷ സ്വീകരിക്കാനുള്ള ആ നടപടികൾ ചെയ്തു, ദീക്ഷിപ്പിച്ചു. ഹൈമാകിലോപകരണാവരുണസ്യ യഥാ പുരാ ഇന്ദ്രാദയോ ലോകപാലാ വിരിഞ്ച ഭവസംയുത. സഗണാ സിദ്ധഗന്ധർവാ വിദ്യാധര മഹോരഗ മുനയോ യക്ഷരക്ഷാംസി ഖഗകിന്നര ചാരണ. രാജാനശ്ച സമാഹൂത രാജപത്ന്യശ്ച സർവശ. രാജസൂയം സമീയുസ്തേ രാജ്ഞ പാണ്ഡുസുതസ്യ വൈ. മേനിരേ കൃഷ്ണഭക്തസ്യ സൂപപന്നമവിസ്മിത. എങ്ങനെയാണ് ആ ധർമ്മപുത്ര മഹാരാജാവിന്റെ യാഗം നടന്നത് എന്ന് പറയാണ്. വരുണന്റെ യാഗത്തെ പോലെ, പുരാ വരുണസ്യേഥ, പണ്ട് വരുണന്റെ എന്നതുപോലെ, ഉപകരണാ ഹൈമ, ഉപകരണങ്ങൾ, ഇതിന് ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ സ്വർണം കൊണ്ട് നിർമ്മിച്ചത്. ഇന്ദ്രാദയ, ഇന്ദ്രൻ തുടങ്ങിയ ലോകപാലന്മാര്, വിരിഞ്ചഭവ സംയുത, ബ്രഹ്മാവ് ശിവൻ ഇവരോടുകൂടി ലോകപാലന്മാര്, സഗണ ഗണങ്ങളോടുകൂടിയ സിദ്ധഗന്ധർവ, സിദ്ധന്മാര് ഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, മഹോരഗങ്ങള്, മുനികള്, യക്ഷസ്സുകള്, രക്ഷസ്സുകള്, ഖഗങ്ങൾ, കിന്നരന്മാര്, ചാരണന്മാര് എന്നിവരും സമാഹൂത രാജാനഹാച, വിളിക്കപ്പെട്ട രാജാക്കന്മാരും രാജപത്നിമാരും സർവശ, സർവദിക്കുകളിൽ നിന്നും, കൃഷ്ണഭക്തസ്യ പാണ്ഡുസുതസ്യ, ശ്രീകൃഷ്ണഭക്തനും പാണ്ഡുവിന്റെ പുത്രനുമായ
രാജ്ഞഃ രാജസൂയം, രാജാവിൻ്റെ രാജസൂയത്തെ സമീയു, അവിടെ കാണാനായിട്ടും പങ്കെടുക്കാനുമായിട്ട് എത്തിച്ചേർന്നു. അവിസ്മിത സൂപപന്നം മേനിരെ, ആശ്ചര്യപ്പെടാത്തവരായിട്ട് ഏറ്റവും സമുചിതം എന്ന് വിചാരിച്ചു. കാരണം എന്താ? ഭഗവാന്റെ കാരുണ്യം. വരുണന്റെ രാജസൂയത്തിന് ഏതുപോലെയായിരുന്നു അതേപോലെ തന്നെ സകലതും സ്വർണം കൊണ്ട് നിർമ്മിച്ചത്. അപ്പൊ അവിടെ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നു. കാരണം എന്താ? ഐശ്വര്യ സ്വരൂപനായിരിക്കുന്ന ഭഗവാനോടൊപ്പം ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങളായിരിക്കുന്ന 16,108 മഹാലക്ഷ്മിമാര്. അപ്പൊ പിന്നെ അവിടെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ശ്രീകൃഷ്ണ ഭക്തനും പാണ്ഡുപുത്രനുമായ ധർമ്മപുത്രരുടെ രാജസൂയത്തിന് സകലതും സ്വർണം കൊണ്ട് നിർമ്മിച്ചു. ബ്രഹ്മാവ്, മഹാദേവൻ, ഇന്ദ്രാദി ദിക്പാലന്മാര്, സിദ്ധഗന്ധർവന്മാര്, മഹോരഗങ്ങള്, വിദ്യാധരന്മാര്, രാജാക്കന്മാര്, രാജപത്നിമാര്, മുനികൾ, യക്ഷരക്ഷസുകൾ, പക്ഷികൾ, കിന്നരന്മാർ, ചാരണന്മാർ സകലരും അവിടേക്ക് വന്നു. അവിടെ യാഗത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ഏറ്റവും ഗംഭീരമായി എന്ന് വിചാരിച്ചതല്ലാതെ അവിസ്മിത, അവർക്ക് ഒട്ടും തന്നെ ഇതില് ഒരത്ഭുതം ഉണ്ടായില്ല. കാരണം എന്താ? അതാണ് ആദ്യം പറഞ്ഞത്. കൃഷ്ണഭക്തസ്യ, ശ്രീകൃഷ്ണ ഭക്തൻ ആണ് ധർമ്മപുത്ര മഹാരാജാവ്. അതുകൊണ്ട് തന്നെ ഭഗവത് കൃപയുള്ള ആളുകൾക്ക് എന്താണ് ഈ ലോകത്തിൽ അസാധ്യമായിട്ടുള്ളത്? വന്ന ആളുകൾക്കൊക്കെ അത് നല്ല ഉറപ്പായിരുന്നു. അയാജയൻ മഹാരാജം യാജകാ ദേവവർച്ചസ രാജസൂയേന വിധിവൽ പ്രാചേതസമിവാമര. ദേവവർച്ചസ, ദേവകാന്തിയുള്ള യാചകന്മാര്, അമര ദേവന്മാര്, പ്രാചേതസംവിവ വരുണനെ എന്നതുപോലെ മഹാരാജം രാജസൂയേന വിധിവൽ അയാജയൻ. ദേവന്മാരെങ്ങനെയാണോ വരുണനെ കൊണ്ട് യാഗം നടത്തിച്ചത് അതേപോലെ യാചകന്മാര് ആ ധർമ്മപുത്ര മഹാരാജാവിനെ കൊണ്ട് രാജസൂയം വിധിപ്രകാരം നടത്തിച്ചു, അല്ലെങ്കിൽ യജിപ്പിച്ചു. സൂത്യേഹന്യവനീപാലേ, സൗത്യേഹന്യവനീപാലേ രണ്ടും കാണാം. ഇവിടെ പറയുകയാണ് സോമലതയുടെ രസം യജിക്കുന്ന ദിവസത്തിൽ സൂത്യേ അഹനി അവനീപാലഹ, രാജാവ് സുസമാഹിത, ഏറ്റവും നല്ലപോലെ മനസ്സിരുത്തി യഥാവൽ യാചകാൻ സദസസ്പതീൻ, വിധിപ്രകാരം യജിപ്പിക്കുന്നവരെയും സഭ്യന്മാരിൽ ശ്രേഷ്ഠന്മാരായ മഹാഭാഗാൻ യോഗ്യന്മാരെയും അപൂജയൽ, വേണ്ടതുപോലെ പൂജിച്ചു എന്നാണ്. ഋത്വിക്കുകളെയും സദസ്സിലുള്ള യോഗ്യരായിട്ടുള്ള മറ്റാളുകളെയും ഒക്കെ വിധിപ്രകാരം ആദരവോടുകൂടി പൂജിച്ചു. ഈ സന്ദർഭത്തിൽ ചോദിക്കുകയാണ്, ആരെയാണ് ഈ അഗ്രപൂജയ്ക്ക് വേണ്ടത്? സദസ്യാഗ്രാർഹണാർഹം വൈ വിമർശന്ത സഭാസദ നാധ്യഗച്ഛന്നയൈകാന്ത്യാൽ സഹദേവസ്തദാബ്രവീൽ. സഹദേവ അബ്രവീൽ, തഥാ സഹദേവ അബ്രവീൽ. അപ്പൊ സഹദേവൻ പറഞ്ഞു. എപ്പോ? സഭാസദ, സഭ്യന്മാര് വിമർശന്ത, ആലോചിക്കണു. എന്ത്? സദസ്യാഗ്രാർഹണാർഹം, സദസ്യശ്രേഷ്ഠ പൂജായോഗ്യ പുരുഷൻ, അഗ്രപൂജയ്ക്ക് ആരു വേണം? അനേകാന്ത്യാൽ, അനേകത്വം കാരണമായിട്ട് നാധ്യഗച്ഛൻ, ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം യോഗ്യനായ പുരുഷനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. യോഗ്യനായൊരു പുരുഷനെ സദസ്സിന്റെ പ്രതിനിധിയായി നിശ്ചയിച്ച് ഷോഡശോപചാരങ്ങളോടുകൂടി ജലഗന്ധ പുഷ്പധൂപ ദീപ നൈവേദ്യാദികളോടുകൂടി പൂജിക്കണം, സൽക്കരിക്കണം, ആരാധിക്കണം. ഇതിൽ ആരെ വേണം? അത് തെരഞ്ഞെടുക്കാൻ വേണ്ടി സദസ്യരെ ആലോചിക്കുകയാണ്. ചിലര് പറയും ബ്രഹ്മാവിനെയാണ് വേണ്ടത്, അപ്പൊ പറയും മഹാദേവനെയാണ് വേണ്ടത്, ഇങ്ങനെ, അല്ലെങ്കിൽ ദേവേന്ദ്രനെയാണ്, അതല്ലെങ്കിൽ മറ്റു മുനിശ്രേഷ്ഠന്മാരെയാണ്. ഇങ്ങനെ ആര് വേണം എന്ന് അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ തഥാ സഹദേവ അബ്രവീൽ, അപ്പോഴാണ് സഹദേവൻ പറഞ്ഞത്, അർഹതിഹ്യച്യുത ശ്രേഷ്ഠ്യം ഭഗവാൻ സാത്വതാം പതി ഏഷ വൈ ദേവതാം സർവാദേശകാലധനാദയാ. സാത്വതാംപതി, ആ ഭക്തരക്ഷകനായ സജ്ജനങ്ങളെ രക്ഷിക്കുന്ന ഭഗവാൻ, ഷഡ്ഗുണ പരിപൂർണനായിരിക്കുന്ന ജ്ഞാനവിജ്ഞാന
സഹിതനായിരിക്കുന്ന അച്യുതൻ, ച്യുതിയില്ലാത്തവൻ ശ്രീകൃഷ്ണൻ ശ്രേഷ്ഠ്യം അർഹതി, ആ ശ്രേഷ്ഠ സ്ഥാനത്തിലെത്താൻ അഗ്രപൂജയ്ക്ക് ആരാണ് ഏറ്റവും യോഗ്യൻ? അത് അച്യുതനാണ്, ശ്രീകൃഷ്ണനാണ്. ഏഷവൈ, ഇദ്ദേഹം തന്നെയാണ് ദേശകാല ധനാദികളും സർവാദേവത. ഇദ്ദേഹമാണ് ദേശം, കാലം, ധനം, അതേപോലെ അതിൻ്റെ അധിഷ്ഠാനമൂർത്തികളായിരിക്കുന്ന സർവദേവത, എല്ലാ ദേവജനങ്ങളും. അതുകൊണ്ട് ആ ഭഗവാനെയാണ് പൂജിക്കേണ്ടത്. ഐശ്വര്യത്തിന്റെ അവതാരമാണ് ഭഗവാൻ. ദേശവും കാലവും ധനവും അതിൻ്റെ അധിഷ്ഠാനമൂർത്തികളും ഒക്കെ എന്താണ്? ശ്രീകൃഷ്ണനാണ്. അർഹതി അച്യുത ശ്രേഷ്ഠ്യം എന്നാണ്. യദാത്മകമിതം വിശ്വം കൃതവശ്ച യദാത്മക അഗ്നിരാഹുതയോ മന്ത്ര സാഖ്യം യോഗശ്ചയൽപര. ഇനി അതിനുള്ള കാരണങ്ങൾ പറയാം. ഇതം വിശ്വം യഥാത്മകം, ഈ ലോകം യാതൊരുത്തനാകുന്ന സ്വരൂപത്തോടു കൂടിയതാണോ? കൃതവഹാച, ക്രതുക്കളും യഥാത്മക, യാതൊരുത്തനാകുന്ന ആത്മാവോടു കൂടിയതാണോ? അഗ്നിയും ആഹുതികളും മന്ത്രങ്ങളും ജ്ഞാനവും കർമ്മവും ഏതൊരാളെ ആശ്രയിച്ചിരിക്കുന്നുവോ ആ ആളാണ് അച്യുതൻ. ആരെ പൂജിച്ചാൽ എല്ലാം തൃപ്തിയാകുമോ അവരെയാണ് പൂജിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ശ്രീകൃഷ്ണനെ പൂജിക്കണം. ഈ ലോകത്ത് കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും രണ്ടും സർവലോകവും ഈ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഈ ലോകത്തിൽ അനുഷ്ഠിക്കുന്ന യാഗങ്ങൾ, അഗ്നി, ആഹുതികൾ, മന്ത്രങ്ങൾ, കർമ്മം, ഇതൊക്കെ ആ ഭഗവാന്റെ സ്വരൂപമാണ്. വാസുദേവ പരായോഗ വാസുദേവ പരാമഖ എന്നൊക്കെ ഭാഗവതം തുടക്കത്തിൽ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. സഹദേവൻ അതാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാത്തിലും എല്ലാമായി മിന്നിത്തിളങ്ങുന്ന, എല്ലാവരുടെയും ഉള്ളിൽ ചൈതന്യമായി നിൽക്കുന്ന ആ ഭഗവാനെ, ആ ശ്രീകൃഷ്ണനെ പൂജിച്ചാൽ സകല ആളുകൾക്കും സന്തോഷാവും. ഏക ഏവാദ്വിതീയോസാവൈദാത്മ്യമിദം ജഗൽ ആത്മനാത്മാശ്രയ സഭ്യ സൃജത്യവതിഹന്ത്യ ച. അസൗ, ഇദ്ദേഹം ഏക ഏവ, ഒരേ ഒരാൾ തന്നെ. അദ്വിതീയ, മറ്റൊരാള് ഇല്ല. ഇതം ജഗത്, ഈ ലോകം ഐതദാത്മ്യം, ഇദ്ദേഹമാകുന്ന സ്വരൂപത്തോടു കൂടിയതാണ്. ആത്മാശ്രയ, ആത്മാവാകുന്ന ആശ്രയത്തോടു കൂടിയ അജനാണ്, ജനനരഹിതനാണ്. സഭ്യ, അതുകൊണ്ട് ഹേ സഭ്യന്മാരെ, സദസ്സിലുള്ള ശ്രേഷ്ഠരായിട്ടുള്ളവരെ, ആത്മന സൃജതി അവതിഹന്തി, സൃജത്തി അവതിഹന്ത്യജ എന്നാണ്. സൃജതി സൃഷ്ടിക്കണു, അവധി രക്ഷിക്കണു, ഹന്തി ഹനിക്കണു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണം ഭഗവാനാണ്. സൃഷ്ടിക്കു മുമ്പ് ആരാണോ സജാതീയ വിജാതീയ സ്വഗത ഭേദമില്ലാതിരിക്കുന്നത് ആ ഏകമായ പരബ്രഹ്മം ഭഗവാനാണ്. അതുകൊണ്ട് ഈ ലോകം ഭഗവാനാകുന്ന സ്വരൂപത്തോടു കൂടിയതാണ്. സദേവ സൗമ്യ ഇതമഗ്ര ആസീൽ ഏകമേവാദ്വിതീയം ബ്രഹ്മ ഐതദാത്മ്യമിതം സർവം. ഇങ്ങനെ ശ്രുതികൾ പല രീതിയിൽ പറയുന്നുണ്ട്. അതിനെയൊക്കെ ക്രോഡീകരിച്ചും കൊണ്ടാണ് സഹദേവന്റെ വാക്കുകൾ. ഇദ്ദേഹം തന്നെ തന്നെ ആശ്രയിക്കുന്നു. ഭഗവാൻ ഒരു ആശ്രയമില്ല, ഉണ്ടെങ്കിൽ അത് തന്നെ തന്നെ ആത്മാശ്രയനാണ്, അന്യനെ ആശ്രയിക്കാത്തവനാണ്. ഈ ലോകത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നതാണ്. ജനനമില്ലാത്തവനാണെങ്കിലും അവതരിക്കുന്നത്, ഈ ലീലാവിഗ്രഹം സ്വീകരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അങ്ങനെയുള്ള ഉത്തമസ്വരൂപനായ ഭഗവാനെ അല്ലാതെ നമുക്ക് ആരെ പൂജിക്കാനായി നമുക്ക് സാധിക്കും? വിവിധാനീഹ കർമാണി ജനയൻ യദവേക്ഷയാ ഈഹതേ യദയം സർവ ശ്രേയോ ധർമാദിലക്ഷണം. യദവേക്ഷയാ, ആരുടെ ഈക്ഷണം കൊണ്ടാണോ, കടാക്ഷം കൊണ്ടാണോ, വിവിധാനീ കർമാണി ജനയൻ, പലതരത്തിലുള്ള കർമ്മങ്ങൾ ഫലം പ്രാപിക്കുന്നത്, യത്, ആ യാതൊരുവനിൽ നിന്ന് അയം സർവ, ഈ സർവലോകവും ധർമാദിലക്ഷണം ശ്രേയ ഈഹതേ, ധർമാദികളാകുന്ന ലക്ഷണത്തോടു കൂടിയ ശ്രേയസ്സിനെ സാധിക്കുന്നു. ആ ഭഗവാൻ അച്യുതനെ പൂജിക്കണം.
ആരുടെ കരുണാകടാക്ഷം കൊണ്ടാണ് ഈ ലോകത്തിലുള്ള കർമ്മങ്ങളൊക്കെ ഫലപ്രദമായി തീരുന്നത്? അത് ഈ ശ്രീകൃഷ്ണനാണ്. സകല ജീവജാലവും ആരിൽ നിന്നാണോ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളും സാധിക്കുന്നത്, അത് ഈ ശ്രീകൃഷ്ണനാണ്. ആ കാരുണ്യസ്വരൂപൻ, ആ സർവേശ്വരൻ, ആ ശ്രീകൃഷ്ണനെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. അർഹതി അച്യുത ശ്രേഷ്ഠ്യം. തസ്മാൽ, അതുകൊണ്ട് കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം ഏവം ചേൽ സർവഭൂതാനാമാത്മനശ്ചാർഹണം ഭവേൽ. അതുകൊണ്ട് മഹാത്മാവായിരിക്കുന്ന കൃഷ്ണനായി പരമാർഹണം, പരമമായ ആ അഗ്രപൂജ ദീയതാം, അത് ഭഗവാന് ദാനം ചെയ്യണം, ഭഗവാനെ പൂജിക്കണം. ഏവം ചേൽ, ഇങ്ങനെ ആയാൽ സർവഭൂതാനാം ആത്മനഃ അർഹണം ഭവേൽ, സകല ചരാചരങ്ങളെയും പൂജിക്കുന്നതിന് തുല്യമായിട്ട് തീരും. സർവദേവ നമസ്കാരം ഗോവിന്ദം പ്രതിഗച്ഛതി എന്ന് പറയുന്നത് പോലെ സകല ദേവന്മാരെയും നമ്മൾ ആരാധിക്കുന്നത് ഭഗവാനിലേക്ക് എങ്ങനെ എത്തുന്നുവോ അതേപോലെ ഭഗവാനെ ആരാധിച്ചാൽ ആ ഗോവിന്ദ നമസ്കാരം സർവ ദേവന്മാർക്കും സന്തോഷത്തിന് കാരണമായിട്ട് തീരും. സർവഭൂതാത്മഭൂതായ കൃഷ്ണായ അനന്യദർശിനേ ദേയം ശാന്തായ പൂർണായ ദത്തസ്യ ആനന്ദ്യമിച്ഛത. സർവഭൂതങ്ങളുടെയും ആത്മാവായി മാറിയിരിക്കുന്ന ശാന്തനും, മറ്റൊന്ന് അന്യത്തെ ദർശിക്കാത്തവനും, അല്ലെങ്കിൽ ദർശിക്കുന്നതൊക്കെ താനെന്ന് കരുതുന്നവനും, അനന്യദർശിനെ പൂർണായ പരിപൂർണനായ കൃഷ്ണനായിക്കൊണ്ട് ദത്തസ്യ ആനന്ദ്യം, ദാനത്തിന്റെ അനന്തഫലത്തെ ആഗ്രഹിക്കുന്നവർ ദേയം ദാനം ചെയ്യപ്പെടാൻ യോഗ്യരാണ്. ദാനത്തിന്റെ ഫലം അനന്തമായി കാക്ഷിക്കുന്ന ആളുകൾ ഈ ദാനം ശ്രീകൃഷ്ണന് അച്യുതനായിട്ട് സമർപ്പിക്കണം. അർഹതി അച്യുത ശ്രേഷ്ഠ്യം. ഇത്യുക്ത്വാ സഹദേവോ ഭൂത്തൂഷ്ണിം കൃഷ്ണാനുഭാവവിൽ തശ്രുത്വാ തുഷ്ടു സർവേ സാധു സാധ്വിതി സത്തമ. ഇവിടെ 6 ശ്ലോകങ്ങളെ കൊണ്ടാണ് സഹദേവൻ ഭഗവത് സ്വരൂപത്തെ ആത്മഭാവമായി കണ്ടുകൊണ്ട്, പരബ്രഹ്മമായി കണ്ടുകൊണ്ട് അവിടെ പറഞ്ഞത്. ഈ 6 ശ്ലോകങ്ങൾ 6 രത്നങ്ങൾ പോലെയാണ്. സർവം വിഷ്ണുമയം ജഗൽ സർവം ഖല്വിദം ബ്രഹ്മ എന്ന ശ്രുതികളുടെ അർത്ഥത്തെ വേണ്ട പോലെ വ്യാഖ്യാനിച്ചേക്കാണ് ഈ 6 ശ്ലോകങ്ങളിലൂടെ. ഇങ്ങനെ സഹദേവോ ഭൂത്തൂഷ്ണീം കൃഷ്ണാനുഭാവവിൽ, ശ്രീകൃഷ്ണ മഹാത്മ്യത്തെ അറിയുന്ന സഹദേവൻ ഇങ്ങനെ പറഞ്ഞിട്ട് തൂഷ്ണീം അഭൂൽ, മിണ്ടാതെ ഇരുന്നു. ഇത് കേട്ടപ്പോ സത്തമാ, സജ്ജനങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടന്മാരായ സർവേ എല്ലാവരും അതിനെ കേട്ടിട്ട് സാധു സാധു ഇതി, നല്ലത് നല്ലത്, ഇത് തന്നെയാണ് വേണ്ടത് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ സർവോപനിഷത്സാരമായിരിക്കുന്ന സഹദേവന്റെ വാക്കുകൾ, ദേവദേവനായ ഭഗവാനെ കുറിച്ചുള്ള സഹദേവന്റെ വാക്കുകൾ ശ്രുത്വാ ദ്വിജേരിതം രാജാ ജ്ഞാത്വാഹാർദം സഭാസദാം സമർഹയധൃഷീകേശം പ്രീത പ്രണയവിഹ്വല. രാജാവോ ദ്വിജേരിതം ശ്രുത്വ, ബ്രാഹ്മണര് പറഞ്ഞത് ഒരു പറഞ്ഞില്ലേ, സാധു സാധ്വിതി സത്തമ എന്നാണ്. നന്നായി നന്നായി എന്ന് പറഞ്ഞപ്പോ സഭാസദാം ഹാർദം ജ്ഞാത്വ, സഭയിലിരിക്കുന്നവരുടെ ഹൃദയസ്നേഹത്തെ അറിഞ്ഞ് സന്തോഷിച്ച് പ്രീതഃ പ്രണയവിഹ്വല, സ്നേഹപരവശനായി ഹൃഷീകേശം, ആ ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്ന, ഇന്ദ്രിയങ്ങളുടെ നിയന്താവായിരിക്കുന്ന ഭഗവാനെ സമർഹയിൽ പൂജിച്ചു എന്നാണ്. ശ്രീകൃഷ്ണ ഭക്തി കൊണ്ട് പരവശനായി ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചും പ്രേരിപ്പിച്ചും, ഇന്ദ്രിയാതീതനാണ് ഭഗവാൻ, ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്നതും ഭഗവാൻ. ആ പരമാത്മാവായ ശ്രീകൃഷ്ണനെ അഗ്രപൂജ ചെയ്തു എന്നും അവിടെ സൂചിപ്പിക്കുന്നു. തൽപാദാവനിജ്യാപ ശിരസാ ലോകപാവനി സഭാര്യ സാനുജാമാത്യ സകുടുംബോ വഹൻ മുദാ
തത്പാദവും ആ ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളെ, മുകുന്ദ ചരണാംബുജങ്ങളെ അവനിജ്യ കഴുകിയിട്ട് ക്ഷാളനം ചെയ്തിട്ട് ലോകപാവനി ആപ, ലോകങ്ങളെ മുഴുവൻ പരിശുദ്ധമാക്കുന്ന ആ പാദതീർത്ഥത്തെ, ആ ജലത്തെ ശിരസ, തന്റെ ശിരസ്സു കൊണ്ടും സഭാര്യ സാനുജാമാത്യ സകുടുംബ, അനുജന്മാരോടും മന്ത്രിമാരോടും ഭാര്യമാരോടും കുടുംബത്തോടും കൂടി എല്ലാവരോടും കൂടി മുദാ അവഹൽ, വളരെ സന്തോഷത്തോടു കൂടി അതിനെ ശിരസിൽ സ്വീകരിച്ചു. ആ തീർത്ഥം തന്റെ ശിരസിൽ സ്വീകരിച്ചു. പാഞ്ചാലി, ഭീമൻ തുടങ്ങിയ സഹോദരന്മാര്, മന്ത്രിമാര്, കുടുംബത്തിലുള്ള സകല ആളുകളും ഭഗവാന്റെ പാദതീർത്ഥത്തെ സന്തോഷപൂർവം സ്വീകരിച്ചു. വാസോഭി പീതകൗശേയൈർഭൂഷണൈശ്ച മഹാധനൈ അർഹയിത്വാശ്രുപൂർണാക്ഷോ നാശകൽ സമവേക്ഷിതും. പീതാംബരപ്പെട്ട് ഉടുപ്പിക്കുക, മറ്റൊരു പട്ട് ഉത്തരീയമായിട്ട് അണിയിക്കുക, വിലപിടിച്ച രത്നങ്ങൾ കൊണ്ടുള്ള ആഭരണങ്ങൾ ഭഗവാനെ അണിയിക്കുക, മഹാധനൈ ഭൂഷണൈ, വളരെ വിലപിടിച്ച ആഭരണങ്ങൾ കൊണ്ട്, അർഹയിത്വ പൂജിച്ചിട്ട് അലങ്കരിച്ചു ഭഗവാനെ. അലങ്കാരപ്രിയനാണ് വിഷ്ണു, അല്ലെ? ധാരാപ്രിയനാണ് മഹാദേവൻ. ഓരോരുത്തർക്കും അങ്ങനെയാണ്, അലങ്കാരപ്രിയനാണ് ഭഗവാൻ. അങ്ങനെ ആ ശ്രീകൃഷ്ണനെ വേണ്ടതുപോലെ അലങ്കരിച്ചു, പൂജിച്ചു. എന്നിട്ടോ അശ്രുപൂർണാക്ഷ, ആനന്ദക്കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടുകൂടി, സമവീക്ഷിതും ന അശകൽ, ഭഗവാനെ വേണ്ട പോലെ കാണാൻ പോലും സാധിച്ചില്ല. കണ്ണീരിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് കണ്ണിൽ നിന്ന്. എന്റെ കണ്ണുനീര്, നീയൊന്ന് മാറി നിൽക്ക്, ഞാൻ എന്റെ കണ്ണനാമുണ്ണിയൊന്ന് കാണട്ടെ എന്ന് കണ്ണുകളോട് പറയുന്നുണ്ടെങ്കിലും കണ്ണുകൾക്കും കണ്ണന്റെ കാലടികളെ ചുംബിക്കാനുള്ള മോഹം. അവിടുന്ന് ദാ ആ നീർമണി തുള്ളികൾ താഴേക്ക് ഭഗവാന്റെ കാലിൽ വന്നിങ്ങനെ ചിതറി വീഴുകയാണ്. അങ്ങനെ ധർമ്മപുത്രരെ കണ്ണീരൊലിപ്പിച്ചും കൊണ്ട് ഭഗവാനെ പൂജിച്ചു. ഇദ്ധം സഭാജിതം വീക്ഷ്യ സർവേ പ്രാഞ്ജലയോജന നമോ ജയേതി നേമുസ്ത്രം നിപേതു പുഷ്പവൃഷ്ടയാ. ഇദ്ധം, ഇങ്ങനെ സഭാജിതം സൽക്കരിക്കപ്പെട്ട ആ ഭഗവാനെ കണ്ടിട്ട് സർവേ ജന, സകല ജനങ്ങളും, പ്രാഞ്ജലയ പ്രകർഷേണ അഞ്ജലി, വളരെ സന്തോഷത്തോടു കൂടി കൈകൾ കൂപ്പിയിട്ട് നമസ്കാരം, ജയ, ജയിച്ചാലും എന്നൊക്കെ പറഞ്ഞു തം നേമു, ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ടോ ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി, പുഷ്പവൃഷ്ടയ നിപേതു, ആകാശത്തിൽ നിന്ന് പാരിജാത കുസുമങ്ങൾ ഭക്തപാരിജാതമായിരിക്കുന്ന ഭഗവാന്റെ ശിരസ്സിലും ഭക്തോത്തമനായിരിക്കുന്ന ആ ധർമ്മപുത്ര മഹാരാജാവിന്റെ ഹൃദയത്തിലും വന്നു പതിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ അഗ്രപൂജാസ്ഥാനത്ത് രത്നഖചിതമായ സുവർണ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഭഗവാന്റെ കാല് കഴുകി ആ പാദതീർത്ഥത്തെ ശിരസിൽ സ്വീകരിച്ച ധർമ്മപുത്ര മഹാരാജാവിന്റെ ഭാഗ്യത്തെ ഓർത്തും കൊണ്ട് അവരെല്ലാവരും നമസ്കാരം, ജയശബ്ദം ഒക്കെ മുഴക്കിക്കൊണ്ട് ആകാശവീതിയിൽ നിന്നുള്ള ആ പുഷ്പവൃഷ്ടിയെയും വേണ്ടതുപോലെ കണ്ടു എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഇത് കണ്ട് സഹിക്കവയ്യാതെ ആ ശിശുപാലൻ നടത്തുന്ന വാക്പ്രയോഗങ്ങൾ, അതാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ രതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം,
ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം, യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം, കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം, സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം, സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം, ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, ഗുരുപവനപുരേശ രാധാകൃഷ്ണ
ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.